മിനിമം വേതനം 22,000 ആക്കുകയെന്ന ആവശ്യം മുൻനിർത്തി സ്വകാര്യ ആശുപത്രി മേഖലയിലെ ചൂഷണത്തിനെതിരെ നഴ്സുമാർ നടത്തുന്ന സമരമാണ് 9ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചത്. നഴ്സുമാരുടെ പ്രതിനിധികളും സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകളുമായി സർക്കാർ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളെല്ലാം പരാജയപ്പെട്ടിരുന്നു. എന്നാൽ ഇരുപക്ഷക്കാരെയും 20ാം തീയതി സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചു. പക്ഷേ സമയം നീണ്ടുപോകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി 11-ന് സംസ്ഥാന വ്യാപകമായി നഴ്സുമാർ പണിമുടക്കാൻ തീരുമാനിച്ചു. ഈ സാഹചര്യം ഒഴിവാക്കാനായി സർക്കാർ വീണ്ടും 10ാം തീയതിയിലേക്ക് യോഗം വിളിച്ചിരിക്കുകയാണ്. തൊഴിൽ മന്ത്രി, വകുപ്പുദ്യോഗസ്ഥർ, മാനേജ്മെന്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കുന്ന ചർച്ചയിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്നാണ് നഴ്സുമാരുടെ പ്രതീക്ഷ. അതേസമയം കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ആശുപത്രികളിൽ ജീവനക്കാരുടെ ശമ്പളം കൂട്ടാൻ തീരുമാനമായി. നഴ്സുമാർ അടക്കമുള്ളവരുടെ അടിസ്ഥാന ശമ്പളം തീരുമാനിക്കാൻ 11-അംഗ സമിതിയെയും നിയോഗിച്ചു. പുതുക്കിയ ശമ്പളം അടുത്ത മാസം മുതൽ പ്രാബല്യത്തിൽ വരും. എന്നാൽ ഒരു പക്ഷക്കാരുടെ മാത്രമല്ല എല്ലാവരുടെയും ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരവുമായി മുന്നോട്ട് പോകാനാണ് നഴ്സുമാരുടെ തീരുമാനം. അത് സ്വാഗതാർഹമാണ്. പക്ഷേ അതിൽ ഞങ്ങളെ സംബന്ധിച്ചുള്ള അറിയാമല്ലോ, കത്തോലിക്ക സഭയിലോ സഭയുടെ ആശുപത്രിയിലോ ഉള്ള ശമ്പളം കൂട്ടുന്നതിനെ കുറിച്ചല്ല ഞങ്ങൾക്കറിയാം. ഞങ്ങളെ സംബന്ധിച്ചുള്ള കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും ശമ്പളം കൂട്ടണം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.